വെൽക്കം ടു ഷീനാസ് ക്രിയേഷൻ. ഇന്ന് ഞാനൊരു ഹൽവയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ളൊരു ഹൽവ. ഇതിൽ പഞ്ചസാരയ്ക്ക് പകരമായിട്ട് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. എങ്ങനെ നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ 1 കപ്പ് നെയ്യ്, അതുപോലെ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഏലക്കാപ്പൊടിയും നട്ട്സും ആണ് ആവശ്യമുള്ളത്. ഞാനിവിടെ കാഷ്യൂ ആൽമണ്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1.5 കപ്പ് ശർക്കര. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ഹൽവ തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി നമ്മൾ ശർക്കര സിറപ്പ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനായിട്ട് ഒരു പാനിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുക. കൂടാതെ 1.5 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി തിളപ്പിച്ച് ശർക്കര എല്ലാം അലിയിച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ശർക്കര എല്ലാം അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചു വയ്ക്കാം. ഇനി നമ്മളൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ മൊത്തത്തിൽ 1 കപ്പ് നെയ്യാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കപ്പ് മാത്രം ആദ്യം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ പൊടി നന്നായി നെയ്യിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് നെയ്യ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇളക്കി യോജിപ്പിക്കുന്നതിനനുസരിച്ച് ഈ ബാറ്റർ ലൂസായിക്കൊണ്ടിരിക്കും. കുറച്ചു നേരം നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇനി ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ആ സമയത്ത് നമ്മുടെ ബാറ്റർ ഒന്ന് ലൈറ്റായിട്ട് കളർ ചേഞ്ചായി വരും, ഒന്നുകൂടി ബ്രൗൺ ആയി കിട്ടും. ആ സമയത്ത് നമ്മൾ അരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ശർക്കര സിറപ്പ് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ചേർത്ത് കൊടുക്കാനായിട്ട്. ശർക്കര സിറപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ കൈ എടുക്കാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ ബാറ്റർ തിക്കാവാൻ തുടങ്ങും. നന്നായി ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇനി നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം 1 ടീസ്പൂണോളം ഏലക്കാപ്പൊടി ഉണ്ട്. കൂടാതെ നട്ട്സ് നമ്മൾ ആദ്യം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് അതിലൊന്ന് വറുത്തെടുത്തതാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റോളം ഇങ്ങനെ നമ്മൾ തുടരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് പാകമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ വിട്ട് വരും. ഇപ്പോൾ ഇത് നമ്മുടെ ഹൽവ പാനിലൊന്നും പിടിക്കാതെ നന്നായി ക്ലീനായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഈ തയ്യാറാക്കിയ ഹൽവ നമുക്കൊരു ട്രേയിലേക്ക് നിരത്തി കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഈ ട്രേയിൽ കുറച്ച് നെയ്യ് തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് മുകളിലേക്ക് കുറച്ച് എള്ള് കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഹൽവ കുറച്ചായി ഇട്ട് കൊടുത്ത് ഒന്ന് നിരത്തിയെടുക്കാം. ഇനി ഞാൻ നെയ്യ് തടവിയ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ലെവലാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് നമ്മൾ കുറച്ച് നട്ട്സ് കൂടി വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഡെക്കറേഷൻ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. സാധാരണ ഹൽവയിൽ നമ്മൾ നട്ട്സ് തന്നെയാണ് ചേർത്ത് ഡെക്കറേറ്റ് ചെയ്യാറ്. ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഈ നട്ട്സ് എല്ലാം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതൊരു 4 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കണം. ഇപ്പം ഞാനിതൊരു 4 മണിക്കൂറിന് ശേഷം എടുത്തിട്ട് കട്ട് ചെയ്ത് വെക്കാൻ പോവാണ്. നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നമ്മൾ ഏത് ഷേപ്പിലാണോ കട്ട് ചെയ്യുന്നത് നമുക്ക് ആ ഷേപ്പ് തന്നെ കറക്റ്റായിട്ട് കിട്ടും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹലുവയാണിത്. നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എത്ര വേണമെങ്കിലും കൊടുക്കാം. കാരണം ഇതിൽ നമ്മൾ പഞ്ചസാര ഉപയോഗിച്ചിട്ടേ ഇല്ല. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് അയയ്ക്കുക. താങ്ക് യു.